അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കുടമുണ്ടപ്പാലം അപ്രോച്ച് റോഡ് യാഥാർത്ഥ്യമാകുന്നു. 40 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അപ്രോച്ച് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ആന്റണി ജോൺ MLAയുടെ ശ്രമഫലമായി കുടമുണ്ടപ്പാലം അപ്രോച്ച് റോഡ് യാഥാർത്ഥ്യമാകുന്നു. 2014-16 കാലയളവിൽ അശാസ്ത്രീയമായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് നിർമ്മിച്ച പാലത്തിന്റെ അപ്രോച്ച് റോഡാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അപ്രോച്ച് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. പ്രദേശത്തെ ജനങ്ങളുടെ ഏറെക്കാലമായിട്ടുള്ള ഒരാവശ്യമാണ് ഇപ്പോൾ സാധ്യമാകുന്നതെന്നും MLA പറഞ്ഞു. 2016 ഇതിന്റെ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച ഘട്ടത്തിൽ തന്നെ ഈ വിഷയം പരിഹരിക്കാവുന്ന വിഷയമായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ അത്തരം ഒരു ശ്രമം ഉണ്ടായില്ല. അനാവശ്യ വാശി വെച്ചുകൊണ്ടാണ് ആ കുടുംബത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് കയ്യേറി ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ അതാണ് യഥാർത്ഥ വസ്തുത. എന്നിട്ട് അത്തരം നിലപാട് സ്വീകരിച്ച ആളുകൾ പുറത്തു നിന്നുകൊണ്ട് വീണ്ടും ഇതിന്റെ എല്ലാം ഉത്തരവാദി ആന്റണി ജോണാണ്, കേരളത്തിലെ ഗവൺമെന്റാണ് എന്നുള്ള വ്യാജ പ്രചരണ സമൂഹത്തിനകത്ത് നടത്തുകയുണ്ടായി. ഇവിടെ അവരുമായി ചർച്ച നടത്തി അവര് 4 സെന്റ് സ്ഥലം വിട്ടു നൽകിയെന്ന് മാത്രമല്ല, അങ്ങനെ സ്ഥലം വിട്ടു നൽകുമ്പോൾ അവിടെ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിനാവശ്യമായ ഫണ്ട് കൂടി നൽകാൻ നമ്മൾ തീരുമാനിച്ചു. 40 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് നമ്മൾ നീക്കിവെച്ചു. അതിന്റെ ടെൻഡർ നടപടികളടക്കം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ നിർമ്മാണം ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒത്തുവന്നത്. കോതമംഗലം 6 കുറുകെ കുടമുണ്ടയിൽ കവളങ്ങാട്, വാരപ്പെട്ടി എന്നീ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഇറിഗേഷൻ വകുപ്പ് 2016 കുടമുണ്ട ചെക്ക് ഡാം ബ്രിഡ്ജ് നിർമ്മാണം പൂർത്തീകരിച്ചു. എന്നാൽ വാരപ്പെട്ടി ഭാഗത്ത് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിൽ സ്ഥലം കയ്യേറി എന്ന് ആരോപിച്ച് റോഡിനോട് ചേർന്ന ഭാഗത്തെ സ്ഥലം ഉടമ മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയിൽ കേസ് നൽകിയിരുന്നു. കുടമുണ്ടയിൽ PWD നിർമ്മിച്ചിട്ടുള്ള പഴയ പാലത്തിൽ ചെറിയ മഴയ്ക്ക് തന്നെ വെള്ളം കയറുന്നത് മൂലം മഴക്കാലത്ത് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പുതിയ പാലത്തിലൂടെയുള്ള ഗതാഗതം സാധ്യമാക്കുന്നതിനായി MLAയുടെ നേതൃത്വത്തിൽ കോതമംഗലം ഗസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ MLAയുടെ അഭ്യർത്ഥന മാനിച്ച് സ്ഥലമുടമ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാകുകയും ഇതുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കുകയുമായിരുന്നു. നഗരസഭാ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, CPIM ലോക്കൽ സെക്രട്ടറി MM ബക്കർ, PK മുഹമ്മദ്, PM നൌഷാദ്, PE ജബ്ബാർ, മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NS മഞ്ജു, അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഷ്ണു കൃഷ്ണൻ, ഓവർസിയർമാരായ KK ശബരീശൻ, VS സുജിമോൾ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.